ഖുർആൻ പാരായണത്തിൻ്റെ നിയമങ്ങൾ അത് നമ്മൾ ഓത്തിൽ ഉണ്ടാവുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പാരായണം ഭംഗിയാവുക. നമ്മൾ പറഞ്ഞ വളരെ കറക്റ്റ് ആൻസറാണ്. തജ്വീദിൽ നമ്മളൊക്കെ മുതിർന്ന ആളുകൾ, സഹോദരിമാർ, അതുപോലെ രക്ഷിതാക്കളൊക്കെ ചെറുപ്പത്തിൽ മദ്രസയിൽ നിന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. മണിക്കേണ്ടത്, നീട്ടേണ്ടത്, ഇങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങൾ അല്ലേ? അതൊക്കെ നമ്മുടെ പാരായണത്തിൽ കൊണ്ടുവരുമ്പോഴാണ് നമ്മുടെ പാരായണം ഭംഗിയാവുന്നത്. നോക്കൂ, സൂറത്തുൻ നബഇൻ്റെ ആദ്യ ഭാഗം ഞാനൊന്ന് പാരായണം ചെയ്യാം. തജ്വീദിലെ വളരെ പ്രധാനപ്പെട്ട ബേസിക്കായ ഒരു നിയമമാണ് നൂൻ, ഷദ്ദുള്ള നൂനിനെ മണിക്കുക എന്നുള്ളത്. നൂനിന് ഷദ്ദ് വരുമ്പോൾ അതിനെന്ത് ചെയ്യണം? മണിക്കണം. മീമിന് ഷദ്ദ് വരുമ്പോൾ എന്ത് ചെയ്യണം? മണിച്ചു കൊണ്ടോതണം. അതെല്ലാ കാര്യങ്ങളും അങ്ങനെ ഓതിയിട്ടുള്ളൂ, ഇത്തിഫാഖായ കാര്യമാണ്. അപ്പം അങ്ങനെ ഓതാൻ പാടുള്ളൂ. പരിശുദ്ധ റമദാൻ ശരീഫ നമ്മിലേക്ക് കടന്നു വരുന്നത്. അപ്പം നമ്മളൊക്കെ ഖത്മുൽ ഖുർആനൊക്കെ അല്ലേ, പരിശുദ്ധ ഖുർആൻ പരിപൂർണമായി ഖത്തം ചെയ്ത് ഓതും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണേ. സൂറത്തുൻ നബഇൻ്റെ ആദ്യ ഭാഗം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അമ്മ യതസാഅലൂൻ അനിൻ നബഇൽ അദീം അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ كلا سيعلمون